തൊഴിലാളി സമൂഹത്തിന്റെ സംഘശക്തിയുടെയും അവകാശ പോരാട്ടങ്ങളുടെയും ജ്വലിക്കുന്ന ഓർമ്മകളുമായി സർവ്വദേശീയ തൊഴിലാളി ദിനാചരണം നടന്നു. വർണ്ണാഭമായ മെയിൻ റാലികളും സമ്മേളനങ്ങളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. CITU പാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ മെയിൻ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്, ലോകത്തിലൊരു പക്ഷേ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമാണ് മാനിഫെസ്റ്റോ എന്നുള്ളത്. അന്നും ഇന്നും ഈ പരിപാടി അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിലാളികൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ചുറ്റുവലയത്താൽ നിൽക്കുന്നവരല്ല, അവർക്കൊരു സാർവദേശീയ മുഖമുണ്ട്. അതുകൊണ്ടാണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് മാർക്സ് പറയുവാൻ ഇടയായത്. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ കൈച്ചങ്ങലകൾ മാത്രം, നേടുവാനുള്ളത് ഒരു പുതിയ ലോകമാണ്, പുതിയ കേരളം, പുതിയ ലോകം, പുതിയ കേരളം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവ കേരളമാണ്. കൊട്ടാരമറ്റം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും വിവിധ വിഭാഗം തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ചെങ്കൊടികളും വർണ്ണ ബലൂണുകളുമായി അണിനിരന്നു. പഞ്ചവാദ്യം, പഞ്ചാരിമേളം, ചെണ്ടമേളം, നാസിക് ബാൻഡ് എന്നിവ മേളക്കൊഴുപ്പേകി. റാലിയിൽ കോട്ടക്കാവടിയും ഗരുഡനും ചൈനീസ് ഡ്രോണുമെല്ലാം വിസ്മയ കാഴ്ചയൊരുക്കി. പാലം ജംഗ്ഷനിൽ ചേർന്ന മെയ്ദിന സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ലാലിസൻ ജോർജ് സന്ദേശം നൽകി. സ്വാഗത സംഘം ചെയർമാൻ PM ജോസഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാർലി മാത്യു, സജേഷ് ശശി, TR വേണുഗോപാൽ, ജോയി കുഴിപ്പാല എന്നിവർ സംസാരിച്ചു.